അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് നല്ല തെളിവും നമ്മൾക്ക് പറയാം. അള്ളാഹു അല്ലാത്ത മഹാരഥന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ വല്ല തെളിവും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സുന്നികളാരും അള്ളാഹു അല്ലാത്ത മഹാരഥന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല. അവരോട് സഹായം ചോദിക്കാറുണ്ട്. ഈ സഹായം ചോദിക്കലിന് പ്രാർത്ഥന എന്നോ അതല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് എന്നോ എന്ത് പേരിട്ടാലും ശരി, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അള്ളാഹു അല്ലാത്ത മഹാരഥന്മാരോട് വിമർശിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രാർത്ഥന നടത്താറില്ല എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സുന്നിയേതര കക്ഷികൾ നടത്തുന്ന ദുരുപയോഗം ചെയ്യുന്ന ഒരു പദമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ 237ഓളം സ്ഥലങ്ങളിൽ എന്ന് തുടങ്ങിയ ഇവർ ദുരുപയോഗം ചെയ്യാറുള്ള പദങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അല്ലാത്ത മഹാരഥന്മാരോട് സഹായം ചോദിക്കുക എന്നത് ആ പരാമർശിക്കപ്പെട്ട പദങ്ങളിൽ ആരാധന എന്നതിന്റെ പരിധിയിൽ വരുമ്പോഴേ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു അല്ലാത്ത മഹാരഥന്മാരോട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് തന്നെ സുന്നികൾ ആരും പ്രയോഗിക്കാറില്ല. ഒരു കുത്തുബിയത്ത് നടത്തുന്ന ആൾ മൊയ്തീനോട് പ്രാർത്ഥിക്കൂ എന്ന് പറയാറില്ല. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നയാൾ ഞാൻ നബിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. പക്ഷെ ആ പ്രയോഗത്തിനെ ഭാഷാപരമായി വേണമെങ്കിൽ പ്രാർത്ഥന എന്ന് പ്രയോഗവൽക്കരിക്കാം, അതിന് കുഴപ്പമില്ല. കാരണം മലയാള ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അർച്ചന, അപേക്ഷ എന്നൊക്കെ അതുള്ളൂ. പിന്നെ അത് ഈ പ്രാർത്ഥിക്കപ്പെടുന്ന അപേക്ഷിക്കപ്പെടുന്ന വ്യക്തി ആ വ്യക്തിക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അർപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക് അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു വിശേഷണം വകവെച്ചു കൊടുത്തുകൊണ്ടോ ആണെങ്കിൽ അത് ശറഅ് വിരോധിച്ച പ്രാർത്ഥനയിൽ വിരോധിച്ച പ്രാർത്ഥന ഉൾപ്പെടുകയാണ്. ചുരുക്കത്തിൽ പ്രാർത്ഥന എന്നാൽ രണ്ട് വിധമുണ്ട്. ഒന്ന് സാങ്കേതിക ഭാഷയിൽ ആരാധനാ പരിധിയിൽ വരുന്ന പ്രാർത്ഥന, രണ്ടാമത് കേവലം അപേക്ഷ, വണക്കം, യാചന തുടങ്ങിയ പദങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും ഈ രണ്ട് വിധത്തിലുള്ള പ്രയോഗമുണ്ടെങ്കിൽ അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന വിലക്കപ്പെടുന്നത്, അപേക്ഷ വിലക്കപ്പെടുന്നത് ഈ അപേക്ഷിക്കുന്ന വ്യക്തി അപേക്ഷിക്കപ്പെടുന്ന ശക്തിയെപ്പറ്റി എന്ത് വിശ്വസിക്കുന്നു എന്ന നിലക്കാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഖുർആനിൽ കാണാം രണ്ട് അപേക്ഷ. ഒന്ന് സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ കാണാം റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, പടച്ചവനെ മറന്നതിന്റെ പേരിൽ ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കരുത്. ഇതേപോലെ ഇതേ അർത്ഥത്തിൽ ഇതേ ആശയത്തിലുള്ള ഒരു അപേക്ഷ കാണാം അൽ-കഹ്ഫിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഖദർ നബി അലൈഹിസ്സലാമിനോട് അപേക്ഷിക്കുന്നു ലാ തുആഖിദ്നി ബിമാ നസീതു, മറന്നതിന്റെ പേരിൽ പിടിച്ചിരിക്കരുത്. രണ്ടും ഒരേ ആശയല്ലേ, രണ്ടും ഒരേ അർത്ഥമല്ലേ? അതെ, ഒന്ന് അപേക്ഷയാണ്, ഒന്ന് പ്രാർത്ഥനയാണ്. കാരണം റബ്ബനാ ലാ തുആഖിദ്നാ എന്ന് അല്ലാഹുവോട് നടത്തുന്ന അപേക്ഷ, ആ അപേക്ഷ നടത്തുന്ന വിശ്വാസിയുടെ കരുത്തല്ല ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹിസ്സലാമിനോട് ഉണ്ടായ അപേക്ഷയിൽ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ അപേക്ഷിക്കുന്ന വ്യക്തി അപേക്ഷിക്കപ്പെടുന്ന ശക്തിയെ സംബന്ധിച്ച് എന്ത് വിശ്വസിക്കുന്നു അതനുസരിച്ചുകൊണ്ടാണ് ആരാധനയുടെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയും അല്ലാത്ത പ്രാർത്ഥനയും. ചുരുക്കത്തിൽ സുന്നികൾ നടത്താറുള്ളത് ആരാധനയുടെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയല്ല, സഹായാർത്ഥനയാണ്. അമ്പിയ ഔലിയാക്കൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുകയും പറയുകയും ഓതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സുന്നികൾ നടത്തുന്നത്
അപേക്ഷയാണ് മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിലുള്ള സഹായം ചോദിക്കലാണ്. അതിന് തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വളരെ സ്പഷ്ടമാണല്ലോ. നേരത്തെ വിഷയാവതരണത്തിൽ നിങ്ങളൊക്കെ കേട്ടു. സൂറത്തുൽ മാഇദയിലെ 52, 53 സൂക്തത്തില് ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ, നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, റസൂലാണ്, വിശ്വാസികളാണ്. അപ്പൊ ഖും എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളോടാണ് സംബോധന. അപ്പൊ നമ്മുടെ സഹായി ആരാണ്? അൽമനാറിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞു, വലിയ അർത്ഥം സഹായി എന്നാണ്. അപ്പൊ നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, റസൂലാണ്, വിശ്വസിച്ചവരാണ്. ആ സഹായിക്കുന്ന അല്ലാഹുവിനെയും റസൂലിനെയും ഔലിയാക്കളെയും സഹായിയാക്കിയാൽ അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. അപ്പൊ അല്ലാഹുവല്ലാത്ത മഹാരഥന്മാരെ രക്ഷാകർത്തകളും സഹായികളുമാക്കുന്നത് അത് അല്ലാഹുവിന്റെ പാർട്ടിയാണ്. അല്ലാത്തത് ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്ന് ഓർമ്മപ്പെടുന്നു. മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിലുള്ള സഹായം ചോദിക്കലും അപേക്ഷിക്കലും നിരവധി സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ചോദ്യം ശരിക്കും മനസ്സിലായിട്ടില്ലാന്നോ? ഞാൻ ചോദിച്ചത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക